നമസ്കാരം. KUVBSന്റെ 2019 തീം ഗോഡ്സ് മാസ്റ്റർ പീസ്, ദൈവത്തിൻ്റെ കരവിരുത് എന്നുള്ളതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് VBS മെറ്റീരിയൽ വളരെ പ്രധാനം ഉള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഈ വർഷത്തെ മെറ്റീരിയൽ തയ്യാറാക്കുന്നത് എന്നുള്ളതിനെ പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ. എപ്രകാരമാണ് ഈ മെറ്റീരിയൽ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വർഷത്തെ മെറ്റീരിയൽസിനായി ലഭിച്ചിരിക്കുന്ന രണ്ട് ഷീറ്റുകളാണ് ഇത്. ഒന്ന് ഒരു കാർഡാണ്, അതൊരു മോഡൽ ഷേപ്പിൽ ഉള്ള ഒരു കാർഡ്. രണ്ടാമത് ലഭിക്കുന്നത് ഒരു സ്റ്റിക്കർ ഷീറ്റാണ്. ഇത് ആണ് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഈ കാർഡിലേക്ക് ഒട്ടിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഏത് ദിവസമാണ് ഓരോന്നും കൃത്യമായി എടുത്ത് പേസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡൽ പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ മോഡൽ പിക്ചർ അനുസരിച്ച് വേണം നമ്മൾ ഓരോ ദിവസത്തെ ഒട്ടിക്കുവാനായിട്ട്. ഈ മോഡൽ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന്. ഒന്നാം ദിവസം നമുക്കിവിടെ നൽകിയിരിക്കുന്നത് പോലെ ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പിക്ചറുകളാണ്. ഇതാണ് ഈ കാർഡിലേക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഈ പിക്ചർ നോക്കി, നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഈ പിക്ചർ നോക്കി അത് കൃത്യമായി അത് ഈ കാർഡിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റിക്കറും ഈ കാർഡിലേക്ക് പേസ്റ്റ് ചെയ്യണം. ഡേ 2-ൽ ഈ ഷീറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡേ 2-ൽ ഈ ഗ്രീൻ കളർ സ്റ്റിക്കറാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഗ്രീൻ കളർ സ്റ്റിക്കർ ഡേ 2-ലേക്ക് നമുക്ക് എടുത്ത് കാർഡിലേക്ക് ഒട്ടിക്കുക. കാർഡിൻ്റെ പിക്ചർ നോക്കുക. പിക്ചറിൽ എവിടെയാണ് ഈ ഗ്രീൻ സ്റ്റിക്കർ ഉള്ളതെന്ന് നോക്കി അത് കൃത്യമായി പേസ്റ്റ് ചെയ്യാം. ഡേ 3 ദ സെയിം ഗ്രീൻ സ്റ്റിക്കറാണ് ഡേ 3-ൽ നമുക്ക് ഒട്ടിക്കേണ്ടതായിട്ടുള്ളത്. ദ ഓപ്പോസിറ്റ് സൈഡിലാണ് ഡേ 3-ലെ സ്റ്റിക്കർ. ദെൻ ഡേ 4 എന്ന് പറയുന്നത് യെല്ലോ കളർ സ്റ്റിക്കറാണ്. യെല്ലോ കളറിലെ സ്റ്റിക്കർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. യെല്ലോ കളർ സ്റ്റിക്കർ ഇവിടെ അതിൻ്റെ പടം നോക്കി എവിടെയാണ് യെല്ലോ കളർ സ്റ്റിക്കർ നോക്കിയിട്ട് നമ്മളത് കൃത്യമായി പേസ്റ്റ് ചെയ്യുക. ഡേ 5 എന്ന് പറയുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഈ സ്റ്റിക്കർ. ഇത് ഡേ 5-ന് വേണ്ടിയുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരും ചെയ്യുമ്പോൾ അവരവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മളിവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ച് ആ ദിവസത്തേക്ക് ആവശ്യമായ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് ഡേ 5-ൽ ഡേ 5-ലെ പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് നമ്മളത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡേ 6 ഏതാണ് ഡേ 6 എന്ന് നോക്കുന്നത്. ഈ ജീസസ് ലവ്സ് യു എന്ന് പറയുന്ന ബിഗർ പോർഷനാണ് ഡേ 6-ലേക്ക് നമുക്ക് എടുക്കേണ്ടത്. അത് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഒരു വൈറ്റ് പോർഷനുണ്ട്. ഈ വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വൈറ്റ് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കാർഡിലേക്ക് അത് ഒട്ടിക്കാൻ. അങ്ങനെ നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഒരു സ്റ്റിക്കർ ലഭിക്കും. ഈ സ്റ്റിക്കറാണ് നമ്മളിനി ഡേ 6-ൽ നമ്മൾ ഒട്ടിക്കാനായിട്ട് ഉള്ളത്. ഡേ 6-ലേക്ക് നമ്മൾ ഈ സ്റ്റിക്കർ സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഈ കാർഡിലേക്ക് നമ്മൾ ഒട്ടിക്കണം. ജീസസ് ലവ്സ് യു എന്ന പോർഷൻ നമ്മുടെ പിക്ചർ കാണത്തക്ക രീതിയിൽ നമ്മൾ സെൻറ്റർ പോർഷനിലേക്ക് ഡേ 6 നമ്മൾ ഒട്ടിക്കും. ഡേ 6-ന് ശേഷം ഡേ 7 എന്ന് പറയുന്നത് വീണ്ടും ഈ യെല്ലോ സ്റ്റിക്കേഴ്സാണ്. 2 സ്റ്റിക്കേഴ്സാണ് നമുക്കവിടെ ഉള്ളത്. 2 സ്റ്റിക്കേഴ്സ് അതിൻ്റെ പൊസിഷനിലേക്ക് നമുക്ക് ഒട്ടിക്കാം. ദെൻ അവസാനത്തെ ദിവസം ഡേ 8 എന്ന് പറയുന്നത് ഗോഡ്സ് മാസ്റ്റർ പീസ്
എന്ന് പറയുന്ന ഈ വലിയ സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ ഡേ 8-ൽ നമ്മൾ അതിൻ്റെ സ്ഥാനത്തേക്ക് ഒട്ടിച്ച് ചേർക്കണം. ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാർഡാണ് ലഭിക്കുക. ഈ കാർഡ് നമുക്ക് മനസ്സിലാകുന്ന പോലെ ഒരു ഔളിൻ്റെ പിക്ചറാണ് അവസാനം ചെയ്ത് വരുമ്പോൾ നമുക്ക് ലഭിക്കുക. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഈ പിക്ചർ ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് സ്പോട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇതിനെ ബോർഡർ അനുസരിച്ച് ഇവിടെ ഒരു കട്ടിങ് മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിലൂടെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തെടുത്താൽ നമുക്കിതൊരു വോൾ ഹാങ്ങറായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ കട്ട് ചെയ്ത് ലഭിക്കുന്ന ഒരു ഫൈനൽ മോഡലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഈ വർഷത്തെ VBS മെമ്മറി വേഴ്സ് അവാർഡ് ആൻഡ് അറ്റൻഡൻസ് അവാർഡായിട്ട് നമുക്ക് നൽകാനായിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ ചിത്രം പതിച്ച ഒരു കാർഡ്. ഇത് ഒരു വോൾ ഹാങ്ങറാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതുപോലെയുള്ള ഒരു ടോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ഹാങ്ങർ സ്പോട്ടുണ്ട്. ഈ സ്പോട്ടിലൂടെ നിങ്ങൾക്ക് ടോയിൻ ചെയ്ത് ഇതിനെ ഒരു വോൾ ഹാങ്ങറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു VBSൻ്റെ 2019 KU VBSൻ്റെ ഒരു സമ്മാനമായി കുഞ്ഞുങ്ങൾക്ക് എന്നും ഓർമ്മിക്കുവാനായിട്ട് സാധിക്കും.